Hello guys, welcome back to video. ഇന്ന് ഞാൻ very excited ആണ് അൺബോക്സ് ചെയ്യാൻ. Very excited to unbox one thing. എൻ്റെ രോമമൊക്കെ എണീറ്റിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. 2 കിലോ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് എന്താ സംഭവം നോക്കാം. സംഭവമൊന്നുമില്ല. നത്തിങ്ങിൻ്റെ ഫോണാണ് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചത്. അപ്പോൾ എൻ്റെ പഴയ ഫോണെന്ന് പറഞ്ഞാൽ നത്തിങ് 2A ആണ്. അപ്പോൾ 2A നിന്ന് 3A പ്രോയിൽ ഞാൻ പ്രോയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് ഡീൽ ചെയ്ത് നോക്കാം. ഡീൽ ചെയ്തു. ഓക്കെ, ഈ കേസിലാണ് ഫോൺ വരുന്നത്. തുറക്കാം. നത്തിങ് ഓൺ ആക്കിയിരിക്കുന്നു. നമുക്ക് സൈഡ് പ്രൊഫൈലിലെ ഓരോ കാര്യങ്ങളും നോക്കാം. ഇതിൽ വന്നിട്ട് മുകളിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, താഴെ സ്പീക്കർ ഗില്ല്, പിന്നെ ടൈപ്പ് സി പോർട്ടാണ്, പിന്നെ നാനോ സിമ്മാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറയുന്നെങ്കിൽ 300 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ 800 നിറ്റ്സ് ഇൻഡോറും പിന്നെ ഔട്ട്ഡോർ 1300ഉം ഇതിന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ വരുന്നത് ഗ്ലാസ് ആണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പുതിയൊരു സെറ്റിങ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ കീ ആണ്. ഈ എസെൻഷ്യൽ കീ അമർത്തി പിടിക്കുമ്പോൾ നമുക്കിവിടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ആ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഏത് കടയാണ് വേണ്ടതെന്നുള്ളത് അത് നമ്മൾ വീണ്ടും എസെൻഷ്യൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അതെടുക്കുക. ഇന്ന കടയിൽ നിന്ന് എൻ്റെ ഉടുപ്പ് എടുക്കണം, ഏതെടുക്കണം, സ്റ്റുഡിയോ നിന്ന് എടുക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ഓഡിയോ സേവ് ആയി കിടക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ക്യാമറ വരുന്നത് 3 ക്യാമറ വരുന്നുണ്ട്. ഒരു ഫ്ലാഷ് ലൈറ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു 8 MB വൈഡ് ആംഗിൾ ക്യാമറയും, പിന്നെ മെയിൻ ക്യാമറയും, പിന്നെ 60x സൂമുള്ള 50 MB ക്യാമറയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെയിൻ ക്യാമറ 50 MB ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു സെൽഫി ക്യാമറ വരുന്നത് 50 MB ആണ്. 4K സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും 4K സപ്പോർട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് അത്യാവശ്യം ഹെഡ് ഹെവി വെയിറ്റ് ആണ്. 211 ഗ്രാം വരും ഇതിൻ്റെ വെയിറ്റ്. മറ്റേ നമ്മളെ 3A എടുത്ത് നോക്കുമ്പോൾ ഹെഡ് ഹെവി അത്രയില്ല, പക്ഷെ ഇതിന് അത്യാവശ്യം കുറച്ച് ഹെഡ് ഹെവി ഉണ്ട്. അത് ഈ ക്യാമറ മോഡ്യൂൾസ് ഇങ്ങനെ സെറ്റപ്പ് വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മളെ പ്രൊസസ്സർ വരുന്നത് 7S Gen 3. 7S Gen 3 നമ്മളെ മിക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണും കഴിഞ്ഞ വർഷം ഇറങ്ങിയ മിക്ക ഫോണിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 8S Gen 3 നമ്മളെ പോക്കോ F5 ഇറങ്ങുന്നുണ്ട്. അത് പെർഫോമൻസ് ഓറിയന്റഡ്, നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊസസ്സറാണ് അതിൽ വരുന്നത്. അതെന്തായാലും ഇതിലില്ല. ഇത് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്ന ഓൾറൗണ്ടർ ഫോണായിട്ടാണ് ഇത് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രൊസസ്സർ 7S Gen 3 കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൽ സോഫ്റ്റ്വെയർ വരുന്നത് നത്തിങ് OS 3.1 ആണ്. സോഫ്റ്റ്വെയറെ പറ്റി പറയുന്നതാണെങ്കിൽ ഞാൻ നത്തിങ് 2A ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പക്കയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് 12-15 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ അവന്മാരെ പോലെ ലൈനും മഴവില്ലും ഒന്നും ഇതിൽ വരാറില്ല. അതുകൊണ്ട് ഞാൻ നത്തിങ് OSന്റെ അവരുടെ സോഫ്റ്റ്വെയറും എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 3 വർഷം അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി പാച്ചും അവർ തരുന്നുണ്ട്. പിന്നെ ഇതിലെ വയർലെസ് സപ്പോർട്ടായിട്ട് വരുന്നത് ബ്ലൂടൂത്ത് 4.1, NFC, പിന്നെ 4x4 നിമോയും വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇതിൽ ഗ്ലിഫ് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. പഴയതുപോലെയാണ് ഈ സെറ്റപ്പ് വീണ്ടും വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഗ്ലിഫ് ലൈറ്റിൽ നമുക്ക് ഈ സ്വിഗ്ഗി എവിടെ എത്തുന്നു, ആ ഡെലിവറി ബോയ് എവിടെയാണ് എത്തുന്നത് ഉള്ളത്
ഇതിൽ ഇപ്പൊ ഈ ഒരു ലൈറ്റ് കണ്ടില്ലേ, ഇതിൽ നമ്മളിങ്ങനെ തെളിഞ്ഞ് വരുന്നതായിരിക്കും. അടുത്തെത്തുന്നതനുസരിച്ച് ഇവിടെ തെളിഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നത്തിങ്ങിന്റെ ക്യാമറ സെറ്റിങ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിനുവേണ്ടി നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആക്കുളം കായലിന്റെ സൈഡാണ്. പിന്നെ അവിടെ ഇങ്ങോട്ട് പോയ ലുലു, അങ്ങോട്ട് കഴക്കൂട്ടം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം പ്രിഫർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ക്യാമറ സെറ്റിങ്സ് ആയിട്ട് വരുന്നത് പോർട്രേറ്റ് മോഡുണ്ട്, മാക്രോ ഉണ്ട്, നൈറ്റ് മോഡ്, പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ നമുക്ക് 180p 4K എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോസിൽ വന്നിട്ട് 6s 1, 2, 3 മാക്സിമം 6s വരെ പോവും. അതുപോലെ തന്നെ മോറിൽ വന്ന എക്സ്പേർട്ട് ഉണ്ട്, പിന്നെ പനോരമ ഉണ്ട്, ടൈം ലാപ്സ്, സ്ലോമോ. ഇത് ഇത്രയാണ് നമ്മളെ മോർ സെറ്റിങ്സിൽ വരുന്നത്. വീണ്ടും നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ സൂമിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം 6, 1, പിന്നെ 2, 3, പിന്നെ മാക്സിമം 60x നമുക്ക് എടുക്കാം. മാക്സിമം സൂം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂം ആകാൻ പറ്റും. സൂം ആകുമ്പോൾ അത്രയും നമുക്ക് കിട്ടുകയാണ്. പക്ഷേ മാക്സിമം സൂം വരുമ്പോൾ കുറച്ചൊന്ന് വീഡിയോ ക്ലാരിറ്റി വൈസ് വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു സെറ്റിങ്സ് ഉണ്ട്. അത് വന്നിട്ട് ഈ സൈഡിൽ വരുന്നതാണ്. അതിൽ സ്റ്റാറ്, പിന്നെ പൂവ്, പിന്നെ സർക്കിൾ, അങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വരുന്ന, ഇപ്പോൾ പൂക്കളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്റ്റാറിൻ്റെ രീതിയിലോട്ട് മാറ്റണമെങ്കിലും ഫ്ലവേഴ്സിൻ്റെ ആ രീതിയിലോട്ട് പാറ്റേൺ കൊടുക്കണമെങ്കിലും ഈ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഗ്രിഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫിൽറ്റേഴ്സ് നമുക്ക് ഒരു 5-6 ഫിൽറ്റേഴ്സ് ഉണ്ട്. ഒരു നത്തിങ് ആപ്പിൽ കയറിയ കസ്റ്റമൈസ് ഫിൽറ്റേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ഫിൽറ്റേഴ്സാണ് അവർക്കുള്ളത്. അപ്പോൾ ഇനി തൊട്ടുള്ള വീഡിയോസ് പുതിയ ഫോണിലായിരിക്കും. 2A നിന്ന് 3A പ്രോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുവരെയും പുതിയ വീഡിയോ ആയി കാണുന്നവരേക്കും അണ്ടിൽ ദെൻ ബൈ.